and its subset whose elements satisfy the given inequation inequation is called solution set. ഇത്ര എഴുതിക്കും നിങ്ങളെ ഇതിൻ്റെ ചാർജർ ഒന്ന് ഓക്കെ എത്ര എഴുതിയോ? എഴുതിയെടുത്തോ കുഞ്ഞുങ്ങളെ, എഴുതിയെടുത്തോ. ദേവനാരായൺ എഴുതിയോ? ദേവനാരായൺ ഓക്കെ. നിരഞ്ജൻ എഴുതിയോ? നിരഞ്ജൻ, സന ഓക്കെ. അപ്പം ഇതെന്താന്നുള്ള കാര്യം എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ നോക്കിയോ. ഇപ്പം നമുക്കൊരു ഇനീക്വേഷൻ തന്നിരിക്കുകയാണ്. നമുക്ക് ഒരു ഇനീക്വേഷൻ തന്നിരിക്കുകയാണ്. ലെറ്റ് ദ ഗിവൺ ഇനീക്വേഷൻ ഗിവൺ ഇനീക്വേഷൻ ബി എക്സ് ലെസ് ദാൻ 3. ഓക്കെ. അപ്പം അതിനകത്തെ ഒന്നെന്ന് എഴുതിയിട്ട് റീപ്ലേസ്മെൻറ്റ് സെറ്റ് തന്നിരിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് സെറ്റ് തന്നിരിക്കുന്നത് n ആണ്. n എന്ന് പറയുമ്പോഴത്തേക്കും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n എന്ന് പറയുമ്പോഴത്തേക്കും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ ദേവനാരായണൻ ഒന്ന് പറയാമോ? വൺ തൊട്ടുള്ള നമ്പർ. 1 തൊട്ട് മുകളിലോട്ട് 1 2 3 4 5 6 7 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള നമ്പറുകളെയാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇനീക്വേഷനെ n എന്ന് പറയുന്ന റീപ്ലേസ്മെൻറ്റ് സെറ്റിൽ ഒരു സൊല്യൂഷൻ സെറ്റ് കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്തായിരിക്കും എന്നറിയാമോ? ഈക്വൽ ടു വന്നിട്ട് കേർലി ബ്രാക്കറ്റിൽ എക്സ് ലെസ് ദാൻ 3 അല്ലേ, എക്സ് ലെസ് ദാൻ 3 ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ പറഞ്ഞോ? ദേവനാരായണൻ തന്നെ പറഞ്ഞു. അതായത് എക്സ് ലെസ് ദാൻ 3ക്ക് താഴെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1 ഉം 2 ഉം. അപ്പം കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് സൊല്യൂഷൻ സെറ്റ് ഈക്വൽ ടു കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് 1 ഉം 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് ആയി. റീപ്ലേസ്മെൻറ്റ് സെറ്റ് എന്ന് പറയുമ്പം അത് ഏത് നമ്പറിലാണ് ഉൾക്കൊള്ളുന്നത്. സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുമ്പം സ്പെസിഫിക്കലി ആ നമ്പർ എടുത്ത് എഴുതുക, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടാമത്തെ നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് സെറ്റ് ഇത് തരാം. ദ റീപ്ലേസ്മെൻറ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ആണ്. അപ്പം സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാ നിരഞ്ജൻ? 0 1 2 0 തൊട്ട് 0, അതായത് നാച്ചുറൽ നമ്പറിനകത്ത് 0 ഉൾപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഹോൾ നമ്പറായി ഇല്ലേ? അപ്പോൾ 0 1 2 3 തൊട്ട് അങ്ങോട്ടേക്ക് ഇൻഫിനിറ്റി വരെ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം നിരഞ്ജൻ പറഞ്ഞു? സൊല്യൂഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു 0 1 2 3 ഉണ്ടോ? നമുക്ക് ഈ ഒരു ഇനീക്വേഷൻ്റെ സൊല്യൂഷൻ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ 3, അപ്പോൾ 3 താഴെയുള്ളത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? എഴുതാൻ പാടുള്ളൂ. സെറ്റല്ലേ? ശരിയല്ലേ? ശരിയാണോ നിരഞ്ജൻ? ഓക്കെ. ഇനി മൂന്നാമത്തെ അവർ തന്നിരിക്കുന്നത് ദ റീപ്ലേസ്മെൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഇസഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഇസഡ് അല്ലേ?
ഇസഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഇസഡ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഇസഡ് എന്ന് പറയുമ്പം ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാ ആസാനെ? ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാ? 2, 1, -1, -2. ആ, അതായത് -∞ തൊട്ട് 0 ഉൾപ്പെടുത്തിയിട്ട് +∞ വരെ പറയുന്ന നമ്പറുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ആണോ? അപ്പോൾ അതിനകത്ത് നമുക്ക് -3, -2, -1, 0, ബാക്കി 1, 2, 3, 4. ഓക്കെ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഈ x<3 ഉള്ള സൊല്യൂഷൻ സെറ്റ് പറഞ്ഞേ ഇൻറ്റിജേഴ്സിനകത്തുള്ളത്. പറഞ്ഞേ സന. 1, 2. ആ 2 ഉണ്ടാവും, 1 ഉണ്ടാവും, 0 ഉണ്ടാവും, -1 -1 ഉണ്ടാവും, -2 ഉണ്ടാവും. പിന്നെ -3 ഇനി ഇങ്ങോട്ടേക്കുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഡോട്ട് ഇടുക. കണ്ടോ, ഇങ്ങനെ എഴുതുക. ഇതാണ് എൻ്റെ സൊല്യൂഷൻ സെറ്റ്. ശരിയല്ലേ? സെറ്റല്ലായിരുന്നു? മനസ്സിലായില്ലായിരുന്നു? മനസ്സിലായോ സന? മനസ്സിലായോ? yes sir. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്. റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ എന്താണ് ഇൻറ്റീജേഴ്സ് ഉൾപ്പെടും, അതേപോലെ തന്നെ ഹോൾ നമ്പേഴ്സ് ഉൾപ്പെടും, അതേപോലെ തന്നെ നാച്ചുറൽ നമ്പർ ഉൾപ്പെടും, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാലാമത്തേത് ഇത് മാത്രമാണ്, അതായത് റിയൽ നമ്പേഴ്സ് മാത്രമാണെങ്കിൽ നമുക്കിങ്ങനെ ഈ സൊല്യൂഷൻ സെറ്റ് ഈ രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിന് വേറൊരു രീതിയുണ്ട്, അതാണ്. അപ്പോൾ അത് നാലാമത്തെ കൺസെപ്റ്റായിട്ട് എഴുതേണ്ടത്. ബട്ട് ഈഫ് ദ സൊല്യൂഷൻ സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ, ദ സൊല്യൂഷൻ ക്യാൻ ഓൺലി ഡിസ്ക്രൈബ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. The solution can be described only in set builder form. Set builder form എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് തന്നെ ഇങ്ങനെ എഴുതാം. എക്സ് ബിലോങ്സ് ടു എന്താണ്? എക്സ് എന്താണ്? ഒരു 2 ഡോട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആൻഡ് x<3. നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ഇതായതുകൊണ്ട് x<3. റിയൽ നമ്പേഴ്സ് എന്ന് തരുവാണെങ്കിൽ ഈ രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. മറ്റേ മോളിൽ എഴുതിയ പോലെ തന്നെ സൊല്യൂഷൻ സെറ്റ് വെച്ച് എഴുതാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? ഇത് എഴുതും. അതായത് നമ്മൾ ഇനി ഇത് വെച്ച് ഇത്ര എഴുതിയോ? നിരഞ്ജൻ എഴുതിയോ? നിരഞ്ജൻ, ദേവനാരായൺ, സന ഒക്കെ എഴുതിയോ? ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യൻ്റെ റീപ്ലേസ്മെൻറ്റ് സെറ്റ് തന്നിരിക്കും. അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട്. അപ്പം സോൾവ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോൾവ് x+3 <10 for x belongs to z എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ ഒരെണ്ണം ചെയ്തു തരാം. ഇതെങ്ങനെയാണെന്നറിയാം ചെയ്യുന്നത്? നമുക്കറിയാം, ഈക്വൽ ടു ഇട്ട് പോലെ തന്നെ ചെയ്യാം. ആരോടും കൂടി ചെയ്തു എക്സ് ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുതിയും. എക്സ് < എന്തെന്ന് എഴുതാം? ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? 10 - 3. അപ്പം എക്സ് < എത്ര വരും? 7 വരും. ശരിയല്ലേ? ശ്രദ്ധിക്കണം, x<7 വരും. ആണോ? ഓക്കെ, അപ്പോൾ x<7ഉം അത് ഇൻറ്റിജറും ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം? ദേവനാരായണൻ എന്ന് പറഞ്ഞേ. 6 5 4 3 2 1 0 -1 മതി. -1 എഴുതിയിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എന്തിട്ടാൽ മതി? ഡോട്ട് ഇട്ടാൽ മതി. ശരിയല്ലേ? ഓക്കെ, സെറ്റാണല്ലോ? ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക്
ഓക്കെ. ഇനിയും നോക്കിക്കോളൂ. അടുത്തത് ഇത് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യണേ, നോക്കിക്കോളൂ ചെയ്തിട്ട്. അതായത് 2x - 3 <7 for x belongs to z. നിങ്ങളും ചെയ്തോ, സ്റ്റാർട്ട് ചെയ്തോ. എക്സിനെ ഒരു സൈഡിൽ ഇടുന്നതല്ലേ നല്ലത്. എക്സ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. അപ്പം എക്സിൻ്റെ കൂടെ ആരാ ഇപ്പോൾ കിടക്കുന്നത്? അതിനെ എന്ത് ചെയ്യണം? നിരഞ്ജൻ എക്സ്പ്ലെയിൻ ചെയ്യണേ. നിരഞ്ജൻ ചെയ്തായിരുന്നോ? നിരഞ്ജൻ കേൾക്കാമോ? പറയുന്നത് കേൾക്കാമോ? For 2x less than 7 minus 3 എന്നാണ് ചെയ്യേണ്ടത്. അതെങ്ങനെ? 2x <, ഈ മൈനസ് ഇപ്പുറത്ത് പോകുമ്പോൾ എന്തോ മോനെ വരുന്നത്? മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ എത്ര വരും? പോസിറ്റീവ്. പോസിറ്റീവ്. അപ്പോൾ 7 + 3 എന്നല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ 2x < 10 എന്നല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ x <10/2 എന്നല്ലേ വരിക? x <5 എന്ന് വരും ഇല്ലേ? ഈക്വൽ ടു വിടത്തില്ല കേട്ടോ, ഈക്വൽ ടു വിടത്തില്ല. എക്സ് താഴെ തന്നെ എടുത്തെഴുതണം. അതായത് x < 5. ഇനി അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതും? പറഞ്ഞേ നിരഞ്ജൻ പറഞ്ഞേ. 4 3 2 1 0 -1 -2 പിന്നെ ഇങ്ങോട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്തിട്ടാൽ മതി? ഇങ്ങനെ ഡോട്ട് ഇട്ടാൽ മതി. ശരിയല്ലേ? സന ഓക്കെ ആണോ? ഈ ചെയ്ത സന ഓക്കെ ആണോ? Yes, sir. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 8 - x നമ്മൾ ചെയ്ത ഒന്നുകൂടി ചെയ്തു. 8 - x < ≤ 4x - 2. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് x belongs to നാച്ചുറൽ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സിൻ്റെ കൺസെപ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എന്താണ് സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിച്ചിട്ട് സനെ ഒന്ന് ഉത്തരം പറഞ്ഞേ.
തിരിച്ചിടുമ്പോൾ മൈനസ് അല്ല, ഇപ്പുറത്തേക്ക് സൈൻ തിരിച്ചാണ്. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതുന്നു അല്ലേ? സനയ്ക്ക് ഡൗട്ട് ഉണ്ടോ ഇവിടെ? പക്ഷേ സൊല്യൂഷൻ സെറ്റ് അങ്ങനത്തെ എന്താ മനസ്സിലായില്ല, കേട്ടില്ല. കിട്ടിയത് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണോ കിട്ടിയത്? നോക്കി, ഇങ്ങനല്ലേ വരിക. അതായത് 8 ഈ -2 ഇങ്ങോട്ട് വന്നപ്പോൾ +2 ആയി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4x ഇവിടെ ഉണ്ട്, ഈവനെ ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും അതെന്തായി +x ആയി. അപ്പോൾ ഇവിടെ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x എന്ന് വരുന്നു. അവിടുന്ന് എക്സ് ലെസ് ദാൻ ഓർ അതായത് ഇവിടെ 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 ഈ സൈൻ അതുപോലെ തന്നെ 10 10/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. 10/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അവിടുന്ന് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് ഇങ്ങനെയല്ലേ കിട്ടിയേ? ഇങ്ങനെയാണോ കിട്ടിയേ? പിന്നെ എങ്ങനെ കിട്ടിയേ? പിന്നെ എങ്ങനെ ചേഞ്ച് ചെയ്തേ? ഇങ്ങനെ കിട്ടുള്ളൂ ഇത്. ഇനി നമുക്കിതിനെ എക്സ് ആദ്യം എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? എനിക്കിപ്പം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിനെ എക്സ് എന്നാക്കണമെങ്കിൽ അപ്പം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് എക്സിനെക്കാട്ടിലും ഈക്വലോ ലെസ്സോ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേടാ? അതെങ്ങനെ മാറുന്നു? ഇന്നലെ പഠിപ്പിച്ചല്ലേ, അങ്ങനെയല്ല ഫൈനലി വരുമ്പോഴാണ് മാറുന്നതെന്ന് അല്ലേ? ഓക്കെ, സന എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് കിട്ടിയേ? ഓക്കെ, അത് കറക്റ്റാണ്. ഓക്കെ, ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ വരിക? സനയ്ക്ക് എങ്ങനെ, സന എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് എന്തുവാ -4x ലെസ് ദാൻ -2 -4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 -8. ഓക്കെ, എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. അപ്പം 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -10. -5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -10. ഈ മൈനസ് ഇല്ല, -5 അല്ല 5. അതെങ്ങനെയാ -5 ഇല്ലാത്തത്? -x -4 ചെയ്യുമ്പോൾ -1 -4 ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസും പ്ലസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അത് ഇടണം. അപ്പോൾ അവിടെ മൈനസ് എക്സിസ്റ്റ് ചെയ്യും, ആണോ? അതായത് -1 -4 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? മൈനസ് നമ്മൾ പ്ലസ് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അതാണ് ഇടുന്നത്. അപ്പോൾ -5 ആണ് വരുന്നത്, ആണോ ദേവനാരായൺ? ഓക്കെ, അപ്പം ഇവിടെ എങ്ങനെയാണ് വരുന്നത്? അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ മൈനസും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആക്കാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10/5. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താക്കാം? 2 ആക്കാം. പക്ഷേ എനിക്ക് എങ്ങനെ സനയ്ക്ക് അങ്ങനെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തന്നെ കിട്ടിയത്? അങ്ങനെ മൈനസ് കറക്റ്റായിട്ട് ചെയ്ത് മൈനസ് തെറ്റിച്ചിട്ടും നമുക്ക് 2 രീതിയിൽ ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ 4xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാം. അതാണ് സന ചെയ്ത കേസ്. അതാണ് ഞാൻ ചെയ്തത്. എന്താണ് ഞാൻ ചെയ്തത്? ഈ എക്സിനെ പോസിറ്റീവ് ആക്കി നിർത്തിയിട്ട് ചെയ്തു. പക്ഷേ ഫൈനലിനകത്ത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് എഴുതുമ്പോൾ അതിനെ നേരെ തിരിച്ചിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വന്നാലും തെറ്റാണല്ലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ആൻസർ ഒന്ന് നോക്കട്ടെ. സൊല്യൂഷൻ സെറ്റോട് ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. സൊല്യൂഷൻ സെറ്റോട് ഒന്ന് പറഞ്ഞേ, സന പറഞ്ഞേ. 2 3 4 5 അങ്ങനെ അങ്ങ് പോവാണോ?
അങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് അങ്ങ് പോവാം. അങ്ങനല്ലേ? ഓക്കെ, കറക്റ്റാണ്. 2 3 4 5 6 അങ്ങനെ അങ്ങ് പോവാണ്. ഓക്കെ, അപ്പം സന ചെയ്ത രീതി തെറ്റാണോ? ചെയ്തു വന്ന രീതി തെറ്റല്ലേ? ആ മൈനസ് ഇട്ടപ്പോൾ ആ മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ തെറ്റിപ്പോയില്ലേ? സന തെറ്റിയായിരുന്നോ? ഓക്കെ, അപ്പം സൊല്യൂഷൻ സെറ്റ് കറക്റ്റ് തന്നെയാണ്. സൊല്യൂഷൻ അതെങ്ങനെ കറക്റ്റ് വന്നെന്നാണ്, സൈൻ തെറ്റിച്ചിട്ട് അതെങ്ങനെ കറക്റ്റ് വന്നെന്നാണ് ഞാൻ ചോദിച്ചത്. എനിവേ കുഴപ്പമില്ല, നോക്കിക്കോളൂ. ഇപ്പം ഞാൻ ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 < x വരുമ്പോൾ x > 2 വരും. അപ്പോൾ സൊല്യൂഷൻ സെറ്റ് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 3 4 5 എക്സെട്ര ഇങ്ങനെ അങ്ങ് പോകും. സെറ്റാണോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഗൗരി? നമ്മുടെ ഗൗരി അല്ല, ദേവനാരായണൻ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല സർ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ നിരഞ്ജന് എന്തെങ്കിലും ഡൗട്ടുണ്ടോ ചോദിച്ചോ. ഓക്കെ ഓക്കെ അല്ലേ, അരുൺ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 4x - 2 ലെസ് ദാൻ 2x + 10. x ബിലോങ്സ് ടു ഹോൾ നമ്പർ. ആണ്. ചെയ്തു. നിരഞ്ജൻ പറയണ ആൻസറേ. ദേവനാരായണൻ ചെയ്തായിരുന്നോ? ആ. ഓക്കെ, ആൻസർ പറയാമോ? x less than or equal to 6. ലെസ് ദാൻ ഓർ ഈക്വൽ ടു? അല്ല, less than 6. ആ, അപ്പം അത് നമുക്ക് ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. അതായത് 4x - 2x ലെസ് ദാൻ 10 + 2. അപ്പോൾ നമുക്ക് 2x ലെസ് ദാൻ 12, x ലെസ് ദാൻ 12 അയ്യോ 6 ആണല്ലോ. ഒരു സെക്കൻഡ്, അല്ലല്ല, എക്സ് എത്ര പറഞ്ഞത്? x ലെസ് ദാൻ 2ഓ? 6. ആ, ഓക്കെ. അപ്പം x ലെസ് ദാൻ 6 ആണെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആകുമ്പോൾ സൊല്യൂഷൻ സെറ്റ് എന്തൊക്കെയായിരിക്കും? സൊല്യൂഷൻ സെറ്റ് ഏതൊക്കെയായിരിക്കും? 0 1 2. 0 1 2 3 4 5 6 വരുമോ? ഇല്ല. ഓക്കെ, നിരഞ്ജന് മനസ്സിലായത്? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ആ റിയൽ നമ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ അതെങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞു തരാം. റിയൽ നമ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തരാം. അതായത്
5 minus 3x less than 11. X belongs to real number. X belongs to real number. ഇത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. ഇതിന് എക്സിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക. എക്സിൻ്റെ ഇനീക്വാലിറ്റി വെച്ചിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതെന്താണ് നമുക്കറിയാം. -3x ലെസ് ദാൻ എന്താണ് 11 - 5 എന്ന് വരും. -3x ലെസ് ദാൻ -6 എന്ന് വരും. അല്ല സോറി 6 എന്ന് വരും. 6 എന്ന് വരും. അവിടെ നിന്ന് -x ലെസ് ദാൻ 6/3 എന്ന് വരും. -x ലെസ് ദാൻ എന്തെന്ന് വരും? -x ലെസ് ദാൻ 2 എന്ന് വരും. നമുക്കറിയാം എക്സിൻ്റെ കൂടെ ഇപ്പോൾ ഒരു മൈനസ് കിടപ്പുണ്ട്. അപ്പോൾ അതിനെ അപ്പുറത്തോട്ട് കൊടുക്കുന്നത് സൈൻ എക്സ്ചേഞ്ച് ചെയ്യണം. സൈൻ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇനീക്വാലിറ്റിയുടെ സിമ്പൽ മാറേണ്ടി വരും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്നാവും. എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്നാവും. തെറ്റാതെ ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ -2 എന്നാവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ റിയൽ നമ്പറാണ് സൊല്യൂഷൻ സെറ്റ് എങ്കിൽ നമ്മൾ സൊല്യൂഷൻ സെറ്റിനെ ഇങ്ങനെ എഴുതണം. സൊല്യൂഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഇടുക. എന്നിട്ട് എന്താണ് എക്സ് നമുക്ക് കിട്ടിയ എന്താ എക്സ് ഗ്രേറ്റർ ദാൻ -2 ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ. ഇങ്ങനെ വേണം സൊല്യൂഷൻ സെറ്റ് എഴുതാൻ. ഇവിടെ വന്നത് കൺസെപ്റ്റ് മനസ്സിലായോ? നമ്മൾ എക്സിൻ്റെ കൂടെ നെഗറ്റീവ് വന്നു. അപ്പോൾ എക്സ് എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കണമെങ്കിൽ നെഗറ്റീവ്, അതായത് സൈൻ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനീക്വാലിറ്റിയുടെ സൈനും എന്ത് ചെയ്യും? മാറുമെന്നാണ്. അതായത് പ്ലസ് ഉള്ളതിനെ മൈനസ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് അതിൻ്റെ ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സന ഓക്കെ ആണോ? സന ഓക്കെ. അതേപോലെ നിരഞ്ജൻ ഓക്കെ ആണോ? ഓക്കെ. അതേപോലെ തന്നെ ഈ രണ്ട് ഇക്വേഷൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രണ്ട് ഇക്വേഷൻ ഒരുമിച്ച് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ. ഫോളോയിങ് ഇൻ ഇക്വേഷൻ സോൾവ് ദ ഫോളോയിങ് ഇൻ ഇക്വേഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കിയേ, 2y - 3 ലെസ് ദാൻ y + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4y + 7. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം ഇതിനെ രണ്ടിനെ എടുക്കണം, സോൾവ് ചെയ്തിട്ട് y കണ്ടുപിടിക്കണം. പിന്നെ ഇതിനെ രണ്ടിനെ എടുക്കണം, സോൾവ് ചെയ്യണം, y കണ്ടുപിടിക്കണം. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അത് ഇനി ഇവിടെ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈഫ് y ബിലോങ്സ് ടു ഇൻറ്റിജർ എന്നും പറഞ്ഞിട്ടുണ്ട് ആൻഡ് y ബിലോങ്സ് ടു റിയൽ നമ്പർ എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് രീതിയിലും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമ്മൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുന്നു. 2y - 3 ഇവിടെ നോക്കി, 2y - 3 ലെസ് ദാൻ y + 1 ആക്കി. അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു? എഴുതണ്ട. അവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു ഈ വൈനെ ഇങ്ങോട്ടും ഈ 3നെ ഇങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2y - y ലെസ് ദാൻ 1 + 3 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ y ലെസ് ദാൻ 4 എന്ന് വരുന്നു. അതൊരെണ്ണം കിടക്കട്ടെ. ഇനി ബാക്കി ഇതിനെ അടുത്ത് എഴുതുന്നു. y + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4y + 7. അവിടെ നിന്ന് നമുക്ക് yനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. yനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പം y - 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 - 1. അവിടെ നമുക്ക് എന്ത് എഴുതാം? y - 4y എന്ന് പറയുമ്പോൾ -3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? -y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6/3 എന്ന് എഴുതാം. അവിടെ നിന്ന് -y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ വൈയുടെ സൈൻ നേരെ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? വൈയുടെ സൈൻ നേരെ തിരിച്ച്, കാരണം y നെഗറ്റീവാണ്, അതിനെ പോസിറ്റീവ് ആക്കണേ എന്ത് ചെയ്യണം? അപ്പുറത്ത് നെഗറ്റീവ് ആകുമ്പോൾ സൈൻ ഇൻവേർട്ട് ചെയ്യും. അപ്പം y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് അറിയാമോ? y നടുക്ക് വരണം. ഈ 4ഉം 2ഉം എന്ത് ചെയ്യണം? അപ്പുറത്തെ അറ്റവും ഇപ്പുറത്തെ അറ്റം വന്നിട്ട് y നടുക്ക് വരണം. ആ y നടുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെ ഒന്ന് ഇൻവേർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും?
ഇതിനെ ഇങ്ങോട്ട്, അതായത് ഇതിനെ നമുക്ക് 4 ഗ്രേറ്റർ ദാൻ വൈ എന്ന് എഴുതാമല്ലോ. 4 ഗ്രേറ്റർ ദാൻ വൈ എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്കിങ്ങനെ എഴുതാം, വൈ 4 ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഇതാണ് ഇവിടുത്തെ നമുക്ക് ആവശ്യമുള്ള സാധനം. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതും? സൊല്യൂഷൻ സെറ്റ് എന്തായിരിക്കും? സൊല്യൂഷൻ സെറ്റ് 4നും ഈ 2നും ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? 4നും 2നും ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? 4 ലെസ് ദാൻ വൈ ആണ്, അല്ല 4 ഗ്രേറ്റർ ദാൻ വൈ ആണ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ആണ്. സോറി, ഇവിടെ -2 വരുവേ കേട്ടോ, തിരിച്ചു പോകുമ്പോൾ -2. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി 4ൻ്റെയും -2ൻ്റെയും ഇടയ്ക്കുള്ള ഇൻറ്റീജേഴ്സ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ എത്ര? 4ൻ്റെയും -2ൻ്റെ ഇടയ്ക്കുള്ള ഇൻറ്റീജർ എന്ന് പറയുമ്പം 3 വരും, പിന്നെന്ത് വരും? 3 വരും, പിന്നെന്ത് വരും? ഇവിടെ 2 വരും, പിന്നെന്ത് വരും? 1 വരും, പിന്നെന്ത് വരും? 0 വരും, പിന്നെന്ത് വരും? -1 വരും, പിന്നെന്ത് വരും? -2 കൂടെ ഉൾപ്പെടുത്താം. കാരണം എന്താ? -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് തിരിച്ചെഴുതണം. -2 -1 0 1 2 3 കണ്ടോ? ഇത്രയും വരും. ഇതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ സെറ്റ്. ഇത് ക്ലിയർ അല്ലാത്തവർ എന്നോട് പറയുക. ഇത് ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്ന് പറയുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. എവിടാണ് മനസ്സിലാകാത്തത്, എന്താണ് മനസ്സിലാകാത്തത് എന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ മതി. സനയൊക്കെ ആണോ? സനയൊന്ന് പറയണേ. സന എവിടം തൊട്ടാ പറയണ്ടേ? എവിടാ സൊല്യൂഷൻ സെറ്റ്? നോക്കിയോ, നമ്മൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിയേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഡൗട്ട് വരുന്ന സംഭവമാണ്. ഇതേണ്ട ഇവിടെ, അതായത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നോക്കിയോളൂ. ആദ്യത്തെ നമ്മൾ ഇക്വേഷൻ ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് y ലെസ് ദാൻ 4 എന്നാണ് കിട്ടിയത്, അല്ലയോ? y ലെസ് ദാൻ 4 എന്നാണ് കിട്ടിയത്, ആണോ? y ലെസ് ദാൻ 4. ഇവിടെ നമുക്ക് നെഗറ്റീവ് y ലെസ് ദാൻ 2 എന്ന് കിട്ടി. അപ്പം നെഗറ്റീവ് y നെ പോസിറ്റീവ് ആയി ആക്കണേ എന്ത് ചെയ്യണം സന? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഈ രണ്ടാൾക്കാരെ ഒരുമിച്ച് എഴുതണം. ഈ രണ്ടാൾക്കാരെ ഒരുമിച്ച് കൺസിഡർ ചെയ്യാം. കാരണം ഇക്വേഷൻ ഒരുമിച്ചാണല്ലോ എഴുതിയിരിക്കുന്നത്. y ലെസ് ദാൻ -2 സോറി -2. അപ്പം y ലെസ് ദാൻ 4 ആണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം ഇതിനകത്ത് നോക്കി, ഇവരെ രണ്ടുപേരും ഒരുമിച്ച് എഴുതണമെങ്കിൽ y നടുക്ക് വരണമെങ്കിൽ ഇതിനെ ഒന്ന് തിരിച്ചാൽ മതി. ഇതിനെ തിരിക്കണമെങ്കിൽ എന്ത് എഴുതണം എന്നറിയാമോ? y, അതായത് 4, ഇപ്പോൾ y ലെസ് ദാൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ വേണമെങ്കിൽ തിരിച്ച് 4 ഗ്രേറ്റർ ദാൻ y എന്ന് എഴുതാം. ഈ y ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പർ വരും സന? y ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ ജനറലി എന്തൊക്കെ നമ്പർ വരും? ആണല്ലോ. അപ്പോൾ ഈ y എന്ന് പറയുന്ന വാല്യൂ 3 ആവാം, 2 ആവാം, 1 ആവാം, അല്ലേ? ആണോ? ആണ്. അങ്ങനെയാണ് അതിനെ തിരിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ 4 ഗ്രേറ്റർ ദാൻ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1-നെക്കാട്ടിലും 2-നെക്കാട്ടിലും 3-നെക്കാട്ടിലും ഒക്കെ വലിയ വാല്യൂ അല്ലേ 4? ആണോ? ഓക്കെ. അപ്പം y ലെസ് ദാൻ 4 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? 4 ഗ്രേറ്റർ ദാൻ y എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെയും y നടുക്ക് വന്നു, ഇവിടെയും y നടുക്ക് വന്നു. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് 4 ഗ്രേറ്റർ ദാൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി ഇൻറ്റിജേഴ്സ് സൊല്യൂഷൻ സെറ്റ് എടുക്കുമ്പോൾ ഇവിടെ നോക്കി, 4-നെക്കാട്ടിലും ചെറുതാണ് y, y-നെക്കാട്ടിലും എന്താണ് -2-നെക്കാട്ടിലും ഗ്രേറ്റർ ആണ് y. അപ്പോൾ നമുക്ക് ഏതൊക്കെ വരും? 4-ൻ്റെയും -2-ൻ്റെയും ഇടയ്ക്കുള്ള നമ്പേഴ്സ് എടുത്താൽ മതി, ശരിയല്ലേ? 4 ഗ്രേറ്റർ ദാൻ y എന്ന് പറയുമ്പോൾ y എന്ന് പറയുന്നത് എന്താ? y എന്ന് പറയുന്നതിനേക്കാളും ഗ്രേറ്റർ ആണ് 4 എന്ന അർത്ഥം. അപ്പോൾ അതിനകത്ത് y ഏതൊക്കെ വരാം? 4-ന് താഴെയുള്ള എല്ലാം വരാം. ഏതാ? 3 വരാം, 2 വരാം, 1 വരാം. എവിടം വരെ വരാം? -2 വരെ വരാം. 0 വരാം, -1 വരാം, -2 വരാം. അത് തിരിച്ചെഴുതണമെന്നേ ഉള്ളൂ. ഏതാ? നമ്പർ സിസ്റ്റം അനുസരിച്ച് നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലല്ലേ വരുന്നത്. അപ്പം ഈസ് ഈക്വൽ ടു -2 -1 0 1 2 3 എന്ന് വരാം. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ സെറ്റ്.
ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. സന ഓക്കെ ആണോ? ഓക്കെ. നിരഞ്ജൻ ഓക്കെ ആണോ? ഓക്കെ. ദേവനാരായണൻ ഓക്കെ ആണോ? Yes, sir. ഓക്കെ. ഇനി ഇത് ഇൻറ്റിജർ ആണെങ്കിൽ റിയൽ നമ്പർ ആണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് എന്താവും? ഈഫ് റിയൽ നമ്പർ, ഈഫ് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആണെങ്കിൽ, എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ത് വരും? സൊല്യൂഷൻ സെറ്റ് എങ്ങനെ വരും എന്നാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞായിരുന്നു എക്സ് സെമിക്കോളൻ ഇട്ടിട്ട് എന്തെന്ന് എഴുതണം? എന്തെന്ന് എഴുതണം? എന്തെന്ന് എഴുതണം? 4 എക്സ് എന്നല്ല, ഇവിടെ വൈ ആണല്ലോ വേരിയബിൾ അല്ലേ? വൈ എന്ന് എഴുതണം. വൈ സെമിക്കോളൻ ഇടുക. 4 ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 കോമ എന്തെന്ന് എഴുതണം? എക്സ് ബിലോങ്സ് ടു ആർ. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ഈ രീതി എഴുതി പഠിക്കണം. അതായത് ഇപ്പോൾ ഈ 2 ഇക്വേഷൻ, അതായത് മൊത്തം 2 ഇനീക്വാലിറ്റി വന്നിട്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ 2ആയിട്ട് ചെയ്യണം. 2ആയിട്ട് ചെയ്തിട്ട് അതിനെ ഒറ്റ കൺസെപ്റ്റിലാക്കണം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ വൈ നടുക്ക് വരുന്ന രീതിയല്ല, എക്സ് നടുക്ക് വരുന്ന രീതിയിലാക്കണം. 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം, അപ്പോൾ അത് ക്ലിയർ ആവും. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇഫ് എക്സ് ബിലോങ്സ് ടു എൻ, find the solution set of inequation solution set of inequation 5x plus 3 less than or equal to 2x plus 80. നീ ഇതങ്ങോട്ട് നീക്കി, ഇത് അപ്പുറത്തോട്ട് വെച്ചേ, എന്നിട്ട് നീ ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ, ഉള്ളോട്ടിരുന്നേ. ഇതൊന്ന് ചെയ്തിട്ട് നിരഞ്ജന് ഉത്തരം പറഞ്ഞേ, പെട്ടെന്നാട്ടെ. നിരഞ്ജൻ പറയണേ, ഉത്തരം പറയണേ. നിരഞ്ജൻ ഇവിടെ ഉണ്ടോ? നിരഞ്ജൻ പറഞ്ഞു. ഹലോ നിരഞ്ജൻ, കേൾക്കാമോ? നിരഞ്ജൻ ഒന്ന് റിപ്ലൈ തരണം, മസ്റ്റായിട്ട് റിപ്ലൈ തരണം. എത്ര ചെയ്യുവാണോ? ആ പറഞ്ഞോ. സമയം കഴിഞ്ഞു നിരഞ്ജൻ, ഇത്ര സമയം മതി, അത് ചെയ്യാം. പറഞ്ഞോളൂ നിരഞ്ജൻ. ചെയ്യാൻ അറിയാമോ നിരഞ്ജന്?
സാർ 5x പ്ലസ് 2x എന്നാണ് വരുന്നത്. 5x അവനെ 5x പ്ലസ് 2x അല്ലോ, ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം 5x മൈനസ് 2x എന്നല്ലേ വരിക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. ഈ 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 18 മൈനസ് 3 എന്ന് വരും. അപ്പം 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്ര എന്ന് വരും? 15 വരും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15/3 എന്ന് വരും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വരും. അപ്പോൾ ഇത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈസ് ഈക്വൽ ടു എത്രയാണ്? എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, നാച്ചുറൽ നമ്പറും ആണ്. എന്തൊക്കെ വരും? 1, 2, 3, 4, 5. മനസ്സിലായോ നിരഞ്ജൻ? ദേവനാരായണൻ കിട്ടിയായിരുന്നു ഇത്? Yes, sir. ഓക്കെ. സനയ്ക്ക് കിട്ടിയായിരുന്നു ഇത്? Yes, sir. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 3x മൈനസ് 2 ലെസ് ദാൻ 19 മൈനസ് 4x. എങ്ങനെ വേണം കൊണ്ടുപോയി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ചെയ്തോ? സന ചെയ്തോ? സന ചെയ്തോ? സന ഉത്തരം പറയാമോ? X less than 3 ആണോ? എക്സ് ലെസ് ദാൻ 3. കറക്റ്റ് ആണ്. അപ്പോൾ സൊല്യൂഷൻ സെറ്റ് എന്താ? നാച്ചുറൽ നമ്പർ ആണ്. മുകളിലത്തെ ക്വസ്റ്റ്യൻ തന്നെ. 1 and 2. 1 ഉം 2. ഓക്കെ. അപ്പോൾ അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 3x പ്ലസ് 4x ലെസ് ദാൻ 19 പ്ലസ് 2 എന്ന് വരുന്നു. അപ്പോൾ 7x ലെസ് ദാൻ 21 എന്ന് വരുന്നു. എക്സ് ലെസ് ദാൻ 21/7 വരുന്നു. എക്സ് ലെസ് ദാൻ 3 എന്ന് വരുന്നു. അപ്പം സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സൊല്യൂഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം. 1, 2. ഓക്കെ. അങ്ങനെയാണ്. ഞാൻ കുറച്ച് ഹോംവർക്ക് കൂടെ തരാം ചെയ്യാനായിട്ട്. ഇതെല്ലാം എഴുതിയെടുത്തോളൂ. ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുത്തോളൂ. ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻ നാളെ വൈകിട്ടിന് മുമ്പ് എനിക്ക് അയച്ചു തരേണ്ടതാണേ. നാളെ വൈകിട്ട്. അത് കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഓക്കെ, നോക്കിക്കോളൂ. solve the inequation. Solve the inequation. 12 plus 1 5/6x less than or equal to 5 plus 3x, where x belongs to real number. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. given x belongs to integer, find the solution of -5 less than 2x minus 3 less than x plus 2. മൂന്നാമത്തേത് given x belongs to whole number തന്നെ അല്ല, whole number x belongs to whole number. find the solution of solution set of
-1 ലെസ് ദാൻ 3 + 4x ലെസ് ദാൻ 23. ഈ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഇന്നത്തെ ക്ലാസ് നിർത്താം. 23. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിർത്താമേ.